Thank you, friends, for joining in this live. Thank you for watching. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള നോയമ്പിന്റെ ദിവസങ്ങളിൽ 12 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 12 ദിവസങ്ങളിലും നമ്മൾ പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താമസിച്ച് ജോയിൻ ചെയ്യുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ കഴിഞ്ഞ 25-ലധികം വർഷങ്ങൾ പെന്തക്കോസ്ത് സഭയിൽ ഉൾപ്പെട്ടു നിന്ന വ്യക്തിയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പെന്തക്കോസ്ത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ പരിശുദ്ധ ദൈവമാതാവിനെ ആദരിക്കുകയോ അംഗീകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇടയിൽ കക്ഷി മാറുന്ന ആളുകളുണ്ട്. അതുപോലെ കക്ഷി മാറി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമല്ല നിങ്ങൾ കേൾക്കുന്നത്. സുറിയാനി സഭകളിൽ നിന്ന് പെന്തക്കുസ്ത നവപ്രവണത ഗ്രൂപ്പുകളിലേക്ക്, കൾട്ടുകളിലേക്ക് മാറിപ്പോയിട്ടുള്ള വ്യക്തികളും കുടുംബങ്ങളും എന്നെ കേൾക്കാൻ ഇടയാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലേക്ക് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. IPC, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ, ഷാരോൺ, സ്വർഗീയ വിരുന്ന് തുടങ്ങിയ ഗ്രൂപ്പുകൾ ഒന്നും തന്നെ ക്രിസ്തീയ സഭകൾ അല്ല. ഇന്നലത്തെ ലൈവില് ഞാൻ സൂചിപ്പിച്ചു, ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു മനോഹരമായ സങ്കീർത്തനമുണ്ട്. പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ പരിശുദ്ധ അമ്മ ആലപിക്കുന്ന ഒരു സങ്കീർത്തനമാണത്. വ്യഭിചാരിയും കൊള്ളക്കാരനും കൊലപാതകിയും ഒക്കെ ആയിരുന്ന ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ ഇടതടവില്ലാതെ വായിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന പെന്തക്കോസ്ത് വിഭാഗങ്ങൾ, ഇതാ നീ കൃപയിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് ദൈവസിംഹാസനത്തിനടുത്ത് നിന്ന് ഒരു ദൂതൻ വന്ന് സാക്ഷ്യപ്പെടുത്തിയ, പരിശുദ്ധാത്മ പൂരിതയായി ഒരു മകനെ പ്രസവിച്ച, ദൈവത്തിന്റെ തിരുവചനം മാംസമായി തീർന്ന ആ പരിശുദ്ധ അമ്മ ചൊല്ലിയ സങ്കീർത്തനത്തെ അവഗണിക്കുന്നു. പെന്തക്കോസ്തുകാരുടെ ചെറുവഞ്ചികളും അവരുടെ കടലാസ് വിമാനങ്ങളും തകർത്ത് തരിപ്പണമാക്കി കളയുന്ന ഒരു ബെർമുഡ ട്രയാങ്കിൾ പോലെയാണ് ഈ വാക്യത്തെ അവർ കാണുന്നത്. അവർ അതിനെ ഭയപ്പെടുന്നു. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെ പരിശുദ്ധ അമ്മയുടെ സ്തുതിഗീതം നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. എന്നാൽ പരിശുദ്ധ സഭ ഈ സങ്കീർത്തനത്തിന് വളരെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലത്തെ ലൈവിന് ശേഷം നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവറായ നമ്മുടെ ഡോക്ടർ സുനിൽ ഇന്ന് പറയുകയായിരുന്നു, ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. കാരണം പരിശുദ്ധ മാതാവിന്റെ ഈ സ്തുതിഗീതം പോലെ തന്നെ പുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥനയും പെന്തക്കോസ്തുകാർ ഒഴിവാക്കുന്നു. അപ്പോൾ അവർക്ക് 2 ബെർമുഡ ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിൾ ആകുമ്പോൾ 3 വശങ്ങൾ വേണം. അപ്പോ പരിശുദ്ധ അമ്മയുടെ സ്തുതിഗീതവും പുത്രന്റെ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ അവർ ഒഴിവാക്കുന്ന ഒന്നുകൂടിയാണ് എബ്രായ ലേഖനം 13 പറയുന്നത്,
നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നടത്തിയ പിതാക്കന്മാരെ നിങ്ങൾ അനുസ്മരിക്കുവീൻ, അവരുടെ ജീവാവസാനത്തെ ഓർത്ത് അവരെ അനുകരിക്കുവീൻ. അപ്പൊ വാങ്ങിപ്പോയ പിതാക്കന്മാരെ അനുസ്മരിക്കുകയും അനുകരിക്കുകയും വേണം എന്ന് എബ്രായ ലേഖനം 13 പറയുന്നു. അതും കണ്ടിട്ടില്ല. അപ്പൊ ഇവർക്ക് പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ടവരെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന ധാരാളം ട്രയാങ്കിളുകളുണ്ട്. 3 പിന്നെയുമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിൽ നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവ നിൽക്കും എന്ന് പറഞ്ഞ് അപ്പോസ്തലന്മാർക്ക് ഭൂമിയിൽ പാപമോചനത്തിന്റെ അധികാരം നൽകുന്ന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ അവർക്ക് വലിയൊരു ട്രയാങ്കിളാണ്. ഇപ്പൊ ഈ പെന്തക്കോസ്ത് ദൈവശാസ്ത്രം, അവരുടെ ലോകവീക്ഷണം, അതിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമില്ല. ഈ സുറിയാനി സഭയിലെ യാക്കോബായ, ഓർത്തഡോക്സ് അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങളിൽപ്പെട്ട പല ആളുകളും കുറച്ച് ആത്മീക വെളിച്ചം കിട്ടി എന്ന് ധരിക്കുന്നവർ വെളിച്ചം കിട്ടിയതിന്റെ അടയാളമായിട്ട് ആദ്യം ഉപേക്ഷിക്കുന്നതാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥന. കൃപ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അവരുടെ പ്രാർത്ഥനകളിൽ ഒഴിവാക്കുന്നതിലൂടെ അവർ ഒരു പരിഷ്കാരിയായി എന്നുള്ള ഒരു ചിന്തയാണ്. നമ്മുടെ കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിലെ കുഞ്ചന്റെ ക്യാരക്ടറുണ്ട്, പരിഷ്കാരിയായ ഒരു യുവാവ്. അപ്പൊ അതിനെ അനുസ്മരിക്കുന്ന വിധത്തിലാണ്. ആക്ഷേപകരമാണ് യാക്കോബായിലെ ഒരു പുരോഹിതൻ കൗമാ ചൊല്ലി ഗോപ്യമായിട്ട് കൃപ നിറഞ്ഞ മറിയമേ ഒഴിവാക്കി പോകുന്നത് കാണുമ്പോൾ എന്റെ മനസ്സിൽ ആ പരിഷ്കാരിയായ ചെറുപ്പക്കാരനാണ് വരുന്നത്. ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഒരു പുരോഹിതൻ അങ്ങനെ ചെയ്താൽ അതും അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പൊ നിങ്ങൾ ഓർക്കും അവരെപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. ഓർത്തഡോക്സിലെയും യാക്കോബായിലെയും കൂട്ടായ്മകൾ നടത്തുന്ന നേതാക്കന്മാർ, കൂട്ടായ്മയ്ക്ക് പതിവായി പോകുന്ന വിശ്വാസികൾ, ഇവരൊക്കെ ഈ പുരോഗമനത്തിന്റെ ലക്ഷണമായിട്ട് ആദ്യം അവർ അമ്മയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇതാണ് പ്രൊട്ടസ്റ്റന്റ് പാഷണ്ഡതയുടെ സ്വാധീനമാണ്, ഇൻഫിൽട്രേഷനാണ്. ആ കാര്യത്തിൽ എനിക്ക് വളരെ ആധികാരികമായിട്ട് നിങ്ങൾക്ക് സാക്ഷ്യം നൽകാൻ കഴിയും. അവരെന്തോ ഗ്രാജുവേറ്റ് ചെയ്ത മട്ടിലാണ്. നിങ്ങൾ സഭയിലെ പ്രാർത്ഥനകളിൽ നോക്കുമ്പോൾ കൃപ നിറഞ്ഞ മറിയമേ എന്ന ആ പ്രാർത്ഥനാ ഭാഗം വരുമ്പോൾ ചുണ്ടുകൾ ഇറുക്കി പിടിച്ച് വൈമനസ്യത്തോടെ പള്ളിയകത്തും പ്രാർത്ഥനാ സ്ഥലത്തും നിൽക്കുന്ന ധാരാളം ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. അവരുടെ ഉള്ളിൽ ദുർമനസാക്ഷി കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രാർത്ഥന ചൊല്ലുന്ന പല ആളുകൾക്കും ദുർമനസാക്ഷിയുണ്ട്, ബാഡ് കോൺഷ്യസ്. കാരണം തങ്ങൾ ചെയ്യുന്നത് തെറ്റാണോ? ഇസ്ലാമിക ഉപദേശത്തിന്റെ സ്വാധീനമാണ്. ഏകദൈവ വിശ്വാസം, ഒരേ ദൈവമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം. ഒരു ദൈവം മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ ഹെവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായ ഒരു കമ്മട്ടിപ്പാടം, അതിന്റെ അങ്ങേയറ്റത്ത് ഒരാൾ ഒരു പാറപ്പുറത്ത് ഇരിക്കുന്നു എന്നുള്ള വിധത്തിലുള്ള സങ്കല്പമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഹെവൻ ഈസ് എ ഹൈലി പോപ്പുലേറ്റഡ് പ്ലേസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച സ്വർഗീയ സൈന്യങ്ങളുടെ രാജാവായിട്ടാണ് ദൈവം വസിക്കുന്നത്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്. 9 ഗണങ്ങളായിട്ട് നിൽക്കുന്ന ആ സ്വർഗീയ സൈന്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഹെവൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൈലി പോപ്പുലേറ്റഡ് പ്ലേസ്. ദൈവം എന്നതിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ് എലോഹീം. ഈ എലോഹീം എന്ന പദം നിങ്ങൾ ബൈബിളിൽ നോക്കിയാൽ, ഞാൻ ബൈബിളിൽ നിന്ന് പുറത്താന്നല്ല പറയുന്നത്, നിങ്ങൾ ഓർക്കും ഇതെല്ലാം എന്തോ എൻ്റെ ഭാവനയോ കെട്ടുകഥയോ എന്നോ. ബൈബിളിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഫറൻസോ തെളിവോ ഒക്കെ വേണം എന്നോട് ചോദിച്ചാൽ ഞാൻ തരാം. ബൈബിളിൽ നോക്കിയാൽ
ദൈവത്തിന്റെ സൈന്യത്തെ എലോഹീം എന്ന് വിളിച്ചിട്ടുണ്ട്. അതായത് ദൈവത്തെ വിളിക്കുന്ന അതേ നാമം ദൈവ സൈന്യത്തിന് വിളിച്ചിട്ടുണ്ട്, എലോഹീം. എന്തുകൊണ്ടാണത്? ദൈവം പ്രവർത്തിക്കുന്നത് പോലെ തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ആജ്ഞയാണ് അവർ അനുസരിക്കുന്നത്. അപ്പൊ അവരെ കാണുമ്പോൾ ദൈവത്തെ കാണുന്നത് പോലെ. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. വിശുദ്ധ പൗലോസ്ലീഹ പറയാണ്, വി ആർ ദ അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. റെപ്രസെന്റഡ് അതോറിറ്റിയാണ് അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ എലോഹീം എന്ന ആ പേര് വാങ്ങിപ്പോയവർക്ക് വേണ്ടി ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വാങ്ങിപ്പോയിട്ടുള്ളവർക്ക് വേണ്ടി ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എലോഹീം. അവർ ദൈവമാണോ? എലോഹീം, ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ തുറന്നു വായിക്കുമ്പോൾ, ഇൻ ദ ബിഗിനിങ് എലോഹീം ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. ആദിയിൽ എലോഹീമാണ് സകലത് സൃഷ്ടിച്ചത്. അപ്പൊ സൃഷ്ടാവായ ദൈവത്തോട് തുല്യമായി ഒരു പദവിയിലേക്ക് വാങ്ങിപ്പോയവർ ഉയർത്തപ്പെടുന്നു. ദൂതന്മാർ ആ പദവിയിൽ നിൽക്കുന്നു. സ്വർഗം ഭിന്നതകളില്ലാത്ത, അസ്വസ്ഥതകളില്ലാത്ത ഒരു ഏകതയിലും ഒരൈക്യതയിലും പ്രവർത്തിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത് എലോഹീം. അപ്പൊ ആ ഒരു പദവിയിലേക്കാണ് ഉയർത്തപ്പെടുന്നത്. മോശയുടെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് അവന്റെ മരണത്തിന് ശേഷം. പിന്നീട് നമ്മൾ മോശയെ മറുരൂപമലയിൽ കാണുകയാണ്, രൂപാന്തരത്തിന്റെ കൊടുമുടിയിൽ. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൂടാര പെരുന്നാൾ സഭ ആഘോഷിച്ചത്. ട്രാൻസ്ഫിഗറേഷനാണ്. രൂപാന്തരപ്പെടുകയാണ്. നമ്മളും രൂപാന്തരപ്പെടുമെന്നാണ് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. ഒരനുരൂപപ്പെടൽ നടക്കുകയാണ്. സോ ഗ്ലോറിഫിക്കേഷനാണ്. പരിശുദ്ധ അമ്മയുടെ ശരീരം അതുപോലെ സ്വർഗദൂതന്മാർ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി. അതാണ് നമ്മൾ ഈ പെരുന്നാളിൽ അനുസ്മരിക്കുന്നത്, ഈ പെരുന്നാളിൽ നമ്മൾ ആഘോഷിക്കുന്നത്. ഈ പെരുന്നാളിന്റെ പ്രമേയം അതാണ്. അപ്പൊ ഇതാണ് സ്വർഗത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അണ്ടർസ്റ്റാൻഡിങ്. ഇവർക്ക് ഉള്ള അണ്ടർസ്റ്റാൻഡിങ് വേറെയാണ്. തികച്ചും ഏകനായിട്ട് ദൈവം ഇരിക്കുന്നു എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ ഇവർ ചെറിയ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ചില വാക്യങ്ങൾ എടുക്കും. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ചില വാക്യങ്ങൾ എടുത്തിട്ട് അത് പറഞ്ഞ് അത് ആവർത്തിച്ചു കൊണ്ടിരിക്കും. ശരിക്കും ദൈവത്തിന്റെ ഹൃദയം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. അതാണ് ഇവർക്ക് സംഭവിക്കുന്നത്. ഇപ്പൊ പെന്തക്കോസ്ത വിഭാഗങ്ങളുടെ ചിന്തകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഇപ്രകാരം അല്പം ആത്മീക മുന്നേറ്റം ഉണ്ടായി എന്ന് വിചാരിക്കുന്ന, അവരുടെ ആത്മീക മുന്നേറ്റം എന്ന് വിചാരിച്ചാൽ അവർ കൂട്ടായ്മക്കാരാണ്, മാർത്തോമായ ചിന്താഗതിയോടോ പെന്തക്കോസ് ചിന്താഗതിയോടോ കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ് അവർ ആത്മീയതയുടെ അളവുകോലായിട്ട് കാണുന്നത്. അപ്പോ അവരൊരു ചെറിയ ചിരിയൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ആരെങ്കിലും, ഞാൻ ഈ പല രാജ്യങ്ങളിൽ താമസിക്കുകയും സഞ്ചരിക്കുകയും പല കൂട്ടായ്മകളിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒറ്റിക്കൊടുക്കുക എന്ന് പറയുന്നത് പോലെ ഞാൻ എനിക്ക് സങ്കടം വന്നിട്ടുണ്ട്. ഞാൻ പെന്തക്കോസ്റ്റിൽ പാസ്റ്ററായിട്ടാണ് വർഷങ്ങളായിട്ടിരുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ചില എക്യുമെനിക്കലായിട്ട് ഐക്യ കൂട്ടായ്മ മീറ്റിങ്ങിലൊക്കെ പോകും.
അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പോ ഈ മാർത്തോമക്കാര് ആയിട്ടുള്ള ആളുകളുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കൂടുതലുണ്ട് മാർത്തോമക്കാര്. അപ്പം ചില ഓർത്തഡോക്സ് യാക്കോബായ അച്ഛന്മാരും ഒക്കെ അങ്ങനത്തെ കൂട്ടായ്മയിൽ ഇടയ്ക്ക് വരും. അപ്പൊ ഇവരെ ഒരു വഴിതെറ്റിക്കേറിയ പോലത്തെ ഒരു ഫീലിംഗ് ആണ് അവർക്ക്. കാരണം ഇവർക്കൊരു ജാള്യതയുണ്ട്. ഞാൻ കുറ്റം പറയുന്നല്ല, നിശ്ചയമായിട്ടും ഉണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ഇത് എന്റെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഒരിക്കലും, കാരണം വിദേശ രാജ്യം, പ്രത്യേകിച്ച് ഗൾഫില്, യൂറോപ്പില്, അമേരിക്കയിൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള അച്ഛന്മാര് ഇങ്ങനത്തെയുള്ള ഐക്യ കൂട്ടായ്മ വന്നു കഴിയുമ്പം ഒരു ജാള്യതയുണ്ട്. കാരണം ഇവർക്ക് എന്തോ ഒരു കുറവുണ്ട്. കാരണം ഈ മാതാവും വിശുദ്ധന്മാരും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ, ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞ് നമ്മൾ ഈ ഓവർലോഡ് വരുമല്ലോ, ഈ സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഈ പഴയ കാലത്തെ ഭയങ്കര രസം കേട്ടോ. എന്റെയൊക്കെ ഇപ്പൊ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്റർ ഈ പഴയ കഥ പറയുമ്പോൾ ഞങ്ങളെ പഴയ കാലത്തേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് രണ്ടു മൂന്ന് കഥയും കൂടെ പറയണം. അപ്പൊ അത് പറയാം. പഴയ ഒരു പരിപാടിയാണ് ഈ സൈക്കിളെ സെക്കൻഡ് ഷോയ്ക്ക് പോവുക. ഈ സൈക്കിളെ സെക്കൻഡ് ഷോയ്ക്ക് പോയിച്ച് വരുമ്പം പ്രധാനപ്പെട്ട ചില ചലഞ്ചസ് ഉണ്ട്. അതിലൊന്നാണ് ഈ പോലീസ് പിടിക്കുന്നത്. നിങ്ങൾക്കൊന്നും ഇപ്പൊ ചിന്തിക്കാൻ പോലും പറ്റില്ല. പഴയ കാലത്തെ ഒരു പ്രധാന പോലീസ് കേസാണ് സൈക്കിളിൽ ഓവർലോഡ് കയറുക എന്ന്. ഞങ്ങളെയൊക്കെ പിടിക്കുന്ന, പോലീസ് പിടിക്കുന്ന ഒരു പ്രധാന കേസ് എന്ന് പറഞ്ഞാൽ സൈക്കിളിൽ ഓവർലോഡ്. പോലീസുകാർ ഈ വഴി സൈഡിലൊക്കെ നിൽക്കും സൈക്കിളിൽ ഓവർലോഡ് വരുന്നതിനെ പിടിക്കാൻ. ഓവർലോഡ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈക്കിളിന്റെ പുറയിൽ കാരിയറെ ഒരാൾ ഇരിക്കുന്നു, ഇതിനായി ഈ ഓവർലോഡ് എന്ന്. അപ്പൊ പോലീസുകാർ അങ്ങ് വളവിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൈക്കിള് നിർത്തി ഇവൻ ചാടും, നമ്മുടെ പുറയിലിരിക്കുന്നവൻ ചാടും. ഇവൻ ചാടിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചവിട്ടി അങ്ങനെ അങ്ങോട്ട് ചെല്ലും. പോലീസുകാർ നോക്കി എവിടെ പോയാണാ? സിനിമയ്ക്ക് പോയതാണ്, ടിക്കറ്റ് കാണിക്കണം. ടിക്കറ്റ് കാണിച്ച് പോലീസ് ടിക്കറ്റ് നോക്കി, ടിക്കറ്റിന്റെ ഒരു കഷ്ണം നമുക്കുണ്ടല്ലോ, ആ കഷ്ണം ഇങ്ങനെയാണ്. പോലീസ് പൊക്കോളാൻ പറയും. പിന്നെ ഇവൻ നടന്നും പിടിച്ചു അപ്പുറം വരും. നമ്മൾ ഇനി അപ്പുറത്തെ ഇലവ് മരത്തിന്റെ ചോട്ടി നോക്കി അവൻ അവിടെ വന്നിട്ട് പിന്നെ സൈക്കിളിൽ കയറി പോകും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ കൂട്ടായ്മകളിൽ വരുമ്പോൾ നമ്മുടെ ഈ യാക്കോബായാലും ഓർത്തഡോക്സിലും ഒക്കെ പ്രസംഗകര് അച്ഛന്മാരും ഒക്കെ ഉണ്ട്, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. അവര് ഈ ഹോളിന്റെ പുറത്ത് മാതാവിന്റെയും വിശുദ്ധന്മാരും ഒക്കെ നിർത്തും. എന്നിട്ട് അകത്ത് കയറി അന്തസ്സായിട്ട് ഞാനിരുന്ന മീറ്റിങ്ങിൽ തന്നെ ഇങ്ങനെ അനേകർ വന്ന് പരിപാടികൾ നടത്തി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാൻഡ് നോളജ് ആണ് ഞാനിപ്പോൾ, കേട്ടറിവല്ല. ഞാൻ ആ സമയത്ത് ഒരു മുൻ സുറിയാനിക്കാരൻ എന്ന നിലയ്ക്ക് എന്റെ മനസ്സ് മുറിഞ്ഞിട്ടുണ്ട്. ദൈവമേ, ഇവരുടെ വിശ്വാസത്തിൽ, ഇവരുടെ ഉപദേശത്തിൽ, ഇവരുടെ തിയോളജിയിൽ, ഇവരുടെ ഡോക്ട്രിനിൽ ഒരു അഭിമാന ബോധം തോന്നുന്നില്ലല്ലോ. അഭിമാനത്തോടെ പറയണ്ടേ, എന്തോ അച്ഛന്മാരാണ്. എന്നിട്ട് ഇവർ ഈ മാർത്തോമക്കാരെയൊക്കെ കണ്ണിറുക്കി കാണിക്കുകയും ചിരിക്കുകയും, മാർത്തോമക്കാർക്ക് സന്തോഷം, മാതാവിനെ കളഞ്ഞല്ലോ. ഇവരെല്ലാം പോകാൻ ഓങ്ങി നിൽക്കുന്നവരാ പല കാര്യങ്ങളായി. ഇന്നാളൊരു മാർത്തോമായിലെ ഒരു അച്ഛൻ, ഈ അച്ഛൻ എന്ന് പറഞ്ഞ പുള്ളിയാണ്ട് 10-15 കൊല്ലം മാർത്തോമായിൽ പെന്തക്കോസ്തിൽ സ്നാനം മുങ്ങിയിട്ട് പിന്നെയും 10-18 കൊല്ലവും കൂടെ മാർത്തോമായി നിന്നു. അതിനിടയ്ക്ക് അമേരിക്ക വന്ന് 2-3 ഇടവക കുണമെടുത്തുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പം പിന്നെ പെന്തക്കോസ്തിൽ പോയെന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത കൊടുത്തു. പുള്ളി പെന്തക്കോസ്തിൽ പോയതെന്ന് ഞാൻ നോക്കി 18 കൊല്ലവും പോയതാ. ഇത്തരത്തിലെ വ്യക്തിത്വവും സ്വത്വവും എല്ലാം നഷ്ടപ്പെടുത്തി നിൽക്കുന്ന. അപ്പൊ മാർത്തോമാ സഭയിലുള്ള ആളുകള് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ എന്തിനാണ് ഇവരുടെ ഈ അനാവശ്യ വെസ്റ്റേൺ വേസ്റ്റ് നിങ്ങൾ ചുമക്കുന്നത്? നിങ്ങൾക്ക് കാശ് വല്ലതും കിട്ടുന്നുണ്ടോ? എന്റെ അറിവിൽ മാർത്തോമക്കാർ നന്നായി അധ്വാനിച്ചും ബിസിനസ് ചെയ്ത് അവരുടെ സ്വന്തം പണം കൊണ്ട് ബിൽഡ് ചെയ്യുന്ന ചർച്ചാണ്. സുറിയാനി പാരമ്പര്യമുള്ള ഒന്നാന്തരം സുറിയാനി കുടുംബങ്ങളിൽ നിന്നുള്ളവരുടെ സഭയാണ് മാർത്തോമ സഭ. എന്ത് കാരണവുമായിക്കൊള്ളട്ടെ, നിങ്ങൾ നിങ്ങളുടെ സ്വത്വത്തിലേക്ക്, നിങ്ങളുടെ തനിമയിലേക്ക്, നിങ്ങളുടെ തറവാടിത്തത്തിലേക്ക് മടങ്ങണം. എനിക്ക് നിങ്ങളോട് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കാനുള്ളത്. മാർത്തോമ സഭയിലെ അംഗങ്ങളുടെ കൂട്ടായ്മകളാണ് ഈ കുഴപ്പങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് ഞാൻ വീണ്ടും പറയാം, എന്റെ വ്യക്തിപരമായ ബോധ്യമാണ്, അറിവാണ്. കാരണം പെന്തക്കോസ്തിലോട്ട് ആളെ പിടിക്കുന്ന ഒരു ഏജൻസി വർക്ക് ഞാൻ 10-25 വർഷം ചെയ്തതാണ്. അതുകൊണ്ട് ഇതിന്റെ റൂട്ടും ചാലും ഒക്കെ എനിക്കറിയാം. ഒരാളും ഇങ്ങോട്ട് കൗണ്ടർ പറയാൻ പോരണ്ട, കാരണം കൃത്യമായി അറിയാവുന്ന കാര്യമാണ് ഈ പറയും. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ തനിമയിലേക്ക് മടങ്ങണം, നിങ്ങളുടെ സ്വത്വത്തിലേക്ക് മടങ്ങണം. നിങ്ങൾ ഒന്നാന്തരം സുറിയാനിക്കാരാണ്, നിങ്ങൾ നിങ്ങളുടെ സുറിയാനി പാരമ്പര്യത്തിലേക്ക് മടങ്ങണം. തിയോളജിക്കൽ ഡിസ്പ്യൂട്ട്, അറിവ് കുറവ്, അപകർഷതാബോധം, അജ്ഞത ഒക്കെ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ലെറ്റസ് ടോക്ക്, നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ ഏത് വിഷയത്തിലാണ് സംശയമുള്ളത്? ദൈവശാസ്ത്രപരമായി പെന്തക്കോസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് ഉപദേശം വെറും വേസ്റ്റ് ആണ്, ഇല്ലോജിക്കലാണ്, ബേസ്ലെസ് ആണ്, അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് ആ വെസ്റ്റേൺ സ്വാധീനത്തെ ഉപേക്ഷിച്ച് കളഞ്ഞ് തനിമയുള്ള സുറിയാനിക്കാരായി മാറണം നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെയും ആളുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും.
ഒരു വലിയ ടാങ്കിന്റെ ലീക്ക്, ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിന് ചോർച്ച, അവിടെ ചോർച്ച, ഇവിടെ ചോർച്ച, മറ്റേടത്ത് ചോർച്ച എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സുറിയാനി സഭയുടെ ഒരു വലിയ ചോർച്ച നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാർത്തോമാക്കാരുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മകൾ. അതിൽ നിന്നാണ് ഓരോ വർഷവും ആളുകൾ പോയിട്ടുള്ളത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ സൈക്കിളെ ഓവർലോഡ് ഇറക്കുന്നത് പോലെ ഈ അച്ഛന്മാർ ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ധാരണ നമുക്കുണ്ട്, പരിശുദ്ധ അമ്മയെ അനുസ്മരിക്കുന്നതും ഈ പ്രാർത്ഥന ചൊല്ലുന്നതും എന്തോ ഒരു കുറവാണ്, ഒരു കുറഞ്ഞ ആളാണ്. അതുകൊണ്ട് നമ്മൾ കുറെ കൂടെ എൻലൈറ്റൻ പേഴ്സൺ ആയിട്ട്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് പറയുന്നത് പോലെ മഠയന്മാരെ, യഥാർത്ഥ ദൈവശാസ്ത്രം അതാണ്. ഏറ്റവും ഉന്നതവും ഏറ്റവും ഉദാത്തവുമായ ദൈവശാസ്ത്ര ബോധ്യമാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ബോധ്യം. കാരണം അതാണ് ഇൻകാർണേഷൻ ഓഫ് ദ ലോഗോസ്. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ ഹോളി തിയോട്ടോക്കോസ്. ആണ് നമ്മുടെ പിതാക്കന്മാർ മുറുകെ പിടിച്ച സത്യവിശ്വാസം. ബാക്കിയെല്ലാം കാപ്പട്യമാണ്, ശരിയായ വിശ്വാസമല്ല. അപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽ പെട്ടുപോയിട്ടുള്ള ഏതെങ്കിലും സുറിയാനിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാനാണ് ഞാൻ വീണ്ടും ഇത്രയും വിശദമായിട്ട് അത് പറഞ്ഞത്. അപ്പം തിയോട്ടോക്കോസിലാണ്, ഹോളി തിയോട്ടോക്കോസിലാണ് ലോഗോസ് ഇൻകാർണേറ്റ് ചെയ്തത്. അപ്പൊ ദൈവത്തിന്റെ വചനം മാംസമായി. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്തുകാർ അൺഫോർച്ചുനേറ്റ്ലി they don't believe it എന്നല്ല ഞാൻ പറയുന്നത്, they can believe it. They just can't believe it. ഈ വലിയ സുവിശേഷം അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ വചനം മാംസമായി തീർന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നു. അവർ ഇടറിപ്പോകും. യേശു കർത്താവ് പറഞ്ഞു, എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. എങ്ങനെയാണ് കർത്താവിൽ ഇടറിപ്പോകുന്നത്? കർത്താവ് ശരീര രക്തങ്ങളോട് കൂടിയ ഒരു മനുഷ്യനാണ്. അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവർ. അവരെ പോലെ, ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ. ജസ്റ്റ് ലൈക്ക് യു ആൻഡ് മീ. നിങ്ങളെയും എന്നെയും പോലെ മജ്ജയും മാംസവും അസ്ഥിയും രക്തവും ഉള്ള ഒരു മനുഷ്യനായി തീർന്നു. It was not an illusion, it was not just a manifestation, but it was the incarnation of the Logos. ലോഗോസിന്റെ ഇൻകാർണേഷൻ ആണ് സംഭവിച്ചത്. ഇതാണ് പിതാക്കന്മാർ ഉറപ്പിച്ച് നമുക്ക് തന്ന വിശ്വാസം. ലോഗോസിന്റെ ഇൻകാർണേഷൻ, വചനത്തിന്റെ ജഡധാരണം. വചനം മാംസമായി തീർന്നു മറിയത്തിൽ. ഇതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് മേരി ഇൻ സിറിയക് തിയോളജി. ഇപ്പൊ സുറിയാനി സഭയുടെ ദൈവശാസ്ത്രത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം ഇതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പിന്നെയും മടുപ്പില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഇന്നിപ്പം ശിവ നമസ്കാരത്തിന്റെ വ്യാഴാഴ്ച സന്ധ്യയുടെ ഒരു ഗീതം നമ്മളിങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പൊ അതിൽ ഈ വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകളാണ്. പുരുഷനെ അറിയാതെ പരമപവിത്രതയിൽ ദൈവത്തിനു മാതാവായൊരു ധന്യചരിത്രേ, ഈ നിൻ പെരുന്നാളിൽ മൃതരാശ്വാസമതും ജീവിതരാശിയും ആർജിപ്പാൻ പ്രാർത്ഥിക്കണമേ. മിശിഹായെ മറിയാം മുട്ടിന്മേലേന്തി, സ്തന്യം വിമലം സകല ജഗത് പോഷകനേ, ദൈവത്തോടു നരനെ യോജിപ്പിച്ചോനെ, വച്ചു കീറ തുണി ചുറ്റി പാഴ്പുൽക്കൂട്ടിൽ, മാനവരാശിക്കായി ജീവനയേന്തുന്ന വ്യാപാരികളാം പരിശുദ്ധന്മാരെ നമ്മളവിടെ ശ്രദ്ധിച്ച അവര് നമുക്ക്
പുരുഷനെ അറിയാതെ പരമപവിത്രതയിൽ ദൈവത്തിനു മാതാവായൊരു പുരുഷനെ അറിയാതെ പരമപവിത്രതയിൽ ദൈവത്തിന് മാതാവായി തീർന്ന കന്യക. പുരുഷനെ അറിയാതെ ഏദൻ തോട്ടത്തിലെ കന്നിമണ്ണിൽ നിന്ന് ആദാം സൃഷ്ടിക്കപ്പെട്ടതുപോലെ കന്യകയിൽ നിന്ന് ഒടുക്കത്തെ ആദമായ ക്രിസ്തുജാതനായി. ഏദൻ തോട്ടത്തിൽ വിത്തുകൾ കൂടാതെ ഏദൻ തോട്ടം ഉയർന്നു വന്നതുപോലെ ഏദൻ പൂങ്കാവനം വിത്തുകൾ കൂടാതെയാണ് ഉയർന്നു വന്നത്. അതുപോലെ പുരുഷസ്പർശമില്ലാതെ കന്യകയിൽ നിന്ന് സാക്ഷാൽ തോട്ടമായവൻ, മൂറും ലവംഗവും കൊണ്ട് വസ്ത്രമെല്ലാം സുഗന്ധപൂരിതനായിരിക്കുന്നവൻ, അവൻ കന്യകയിൽ നിന്ന് വിത്തുകൾ കൂടാതെ തോട്ടമുയർന്നതുപോലെ, വിത്തുകൾ കൂടാതെ ഏദൻ ഉയർന്നതുപോലെ പുരുഷസ്പർശമില്ലാതെ പ്രിയനായവൻ അവളിൽ നിന്ന് ജനിച്ചു. ഇവിടെ പറയാണ്, ഉത്തമഗീതത്തില് നമ്മൾ വായിക്കുമ്പം എന്റെ കാന്തേ നീ ഒരു തോട്ടമാകുന്നു. ഒരു തോട്ടത്തോടാണ് ഉപമിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. നമ്മൾ ആ ഒരു കമ്പാരിസൺ ഏദനുമായിട്ടാണ് കൊടുക്കുന്നത്. ഏദൻ എങ്ങനെ ഉണ്ടായോ അതുപോലെ പുരുഷനെ അറിയാതെ പരമപവിത്രതയിൽ ദൈവത്തിന് മാതാവായ തന്നെ ചരിത്രി. അതാണ് നമ്മൾ ആ പാട്ട് ശ്രദ്ധിക്കുക. ചരിത്രേ ഈ നിൻ പെരുന്നാളിൽ മൃതരാശ്വാസമതും ജീവിതരാശിയും ആർജിപ്പാൻ പ്രാർത്ഥിക്കണമേ. മിശിഹായെ മറിയാം മുട്ടിന്മേലേന്തി സ്തന്യം വിമലം സകല ജഗത് പോഷകനേ. അടുത്ത വരി പാടുന്നത് മശിഹായെ മറിയം മുട്ടിന്മേലേന്തി സ്തന്യം വിമലം സകല ജഗൽ പോഷകനേകി. അപ്പൊ പരിശുദ്ധ അമ്മ മശിഹായെ മുട്ടിന്മേൽ വെച്ചു. സകലത്തിനും ജീവൻ നൽകുന്നവനെ, ഈ ഭൂമിയിലുള്ള എല്ലാ നീരുറവുകളിലേക്കും വെള്ളം നൽകുന്നവനെ, 7 സമുദ്രത്തെയും വെള്ളം കൊണ്ട് നിറച്ചവനെ, അവന് വിശുദ്ധമായ മുലപ്പാൽ നൽകി എന്നാണ് അവിടെ പാടുന്നത്. ഇതാണ് ഭാഗ്യകരമായ അവസ്ഥ. എന്തുകൊണ്ട് പരിശുദ്ധ മറിയത്തെ സഭ വാഴ്ത്തിപ്പാടുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം, ഈറന്മാരാൽ സ്തുതിക്കപ്പെടുന്നവൻ, ക്രൂബേന്മാരാൽ ആരാധിക്കപ്പെടുന്നവൻ, ക്രൂപരഥങ്ങളിൽ എഴുന്നള്ളുന്നവൻ, കോടാനുകോടി ദൂതന്മാർ ആജ്ഞ അനുസരിക്കാൻ കാത്തു നിൽക്കുന്നവൻ, സുവാർത്താ ദൂതികളുടെ എണ്ണം 10,000 ആയിരിക്കുന്നവൻ, കോടിക്കോടി രഥങ്ങളുടെ അധിപനായിരിക്കുന്നവൻ, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്. ഇപ്പൊ സ്വർഗാദി സ്വർഗങ്ങളിൽ നിങ്ങൾ കേട്ട 9 ഗണം സൈന്യങ്ങളുടെ ആരാധനയ്ക്ക് അപ്പുറത്ത് സ്വർഗാദി സ്വർഗങ്ങളിൽ സർവജ്ഞാനത്തോടെ സർവശക്തിയോടെ വാണരുളുന്ന ആ സ്വർഗസിംഹാസനത്തിന്റെ മഹത്വവും ദൈവപിതാവിനോടുള്ള സമത്വവും കാര്യമായി പരിഗണിക്കാതെ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, അവൻ സ്വയം ശൂന്യനാക്കി താഴെ ഇറങ്ങി വന്ന് ഈ ബാലികയുടെ മടിയിൽ ഇരുന്നു. എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. ഇത് വിശ്വസിക്കത്തില്ല ഇവര്. പെന്തക്കോസ്തുകാർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല, കൂട്ടായ്മക്കാർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല.
അപ്പോൾ ഈ വിശ്വാസത്തെ എടുത്തു കളയുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. ഈ പെന്തക്കോസ്തൽ ഓപ്പറേഷന്റെ ആദ്യത്തെ പരിപാടി ഇതാണ്. ഇപ്പൊ സത്യവിശ്വാസത്തിലേക്ക് നിങ്ങളെ കണക്ട് ചെയ്ത് നിർത്തുന്നത് പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസമാണ്. അപ്പൊ ഒരാളുടെ തിയോളജി ശരിയാണോ കൃത്യമാണോ എന്നറിയാൻ അവിടെ അമ്മയുണ്ടോ എന്ന് നോക്കിയാൽ മതി. അമ്മയ്ക്ക് എന്ത് സ്ഥാനമാണ് ആ തിയോളജിയിലുള്ളത് നോക്കുമ്പോൾ അവരുടെ ക്രിസ്റ്റോളജി കറക്റ്റ് ആണ്. ക്രിസ്റ്റോളജി കറക്റ്റ് ആണെങ്കിൽ അതിൽ അമ്മ കാണും. ക്രിസ്റ്റോളജി കറക്റ്റ് ആകുമ്പോൾ ന്യൂമാറ്റോളജി കറക്റ്റ് ആകും. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ജിക്സോ പസിലൊക്കെ? അപ്പൊ ഒരു പീസ് മാറിക്കിടന്നാൽ മൊത്തം പീസും ശരിയാവത്തില്ല. ഇപ്പൊ പഴയ കാലത്ത് ആശാരി മേൽക്കൂരയൊക്കെ വെച്ചിട്ട് മോന്താഴം ശരിയാക്കുന്നേ, മോന്താഴം വളഞ്ഞു കഴിഞ്ഞാൽ 64 വളഞ്ഞു പോകും. അപ്പൊ ദൈവശാസ്ത്രം കൃത്യമാണെങ്കിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി, ബാക്കി എവിടെയെല്ലാം നിങ്ങൾ കറക്റ്റ് ആക്കി വെച്ചാൽ അവസാനം വളയടിക്കുമ്പോൾ കയറത്തില്ല, മോന്തായം പോയി. ദൈവശാസ്ത്രം കൃത്യമാണോ എന്നറിയുവാൻ പരിശുദ്ധ അമ്മയെ നിങ്ങൾ എങ്ങനെ കാണുന്നു, നിങ്ങളുടെ ദൈവശാസ്ത്രത്തിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്നൊരൊറ്റ ചോദ്യം, അതാണ് ലിറ്റ്മസ് ടെസ്റ്റ്. ആ ഒരൊറ്റ ടെസ്റ്റ് മുഴുവൻ തിയോളജി നോക്കാം. ഈ ക്രിസ്റ്റോളജി, പരിശുദ്ധ അമ്മയ്ക്കുള്ള സ്ഥാനം എന്താണെന്നുള്ളത് ക്രിസ്റ്റോളജിയായിട്ട് ബന്ധപ്പെട്ട വരുന്നത്. ഇപ്പൊ നിങ്ങളുടെ ക്രിസ്റ്റോളജി ശരിയാണോ, എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ പരിശുദ്ധ അമ്മയുടെ സ്ഥാനം എന്താണ്. ക്രിസ്റ്റോളജി ശരിയാണെങ്കിൽ ന്യൂമാറ്റോളജി ശരിയാകും. കാരണം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ന്യൂമാറ്റോളജി ശരിയാകാണ്. ന്യൂമാറ്റോളജി ശരിയാകുമ്പോൾ തിയോളജി ശരിയാകുകയാണ്. അപ്പൊ ക്രിസ്റ്റോളജിയും ന്യൂമാറ്റോളജിയും തിയോളജിയും കൃത്യമാകുകയാണ്. അപ്പൊ വന്ന് പറഞ്ഞത് ആരാണ്? ദൂതൻ ദൈവസന്നിധിയിൽ നിന്ന്, ഗബ്രിയേൽ ദൂതൻ. ശരിയാണോ? അങ്ങനെ ദൂതൻ വരുവോ? സംശയം. ഏഞ്ചലോളജി കൃത്യമാകുകയാണ്. എന്നിട്ട് ആ ദൂതൻ പറഞ്ഞെന്നതാ? രക്ഷയുടെ ദൂത്. എന്താണ് രക്ഷ? പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. പുതിയ സിംഹാസനമല്ല. നിങ്ങൾ വായിച്ചു നോക്ക്. തിയോളജിയാണ് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാം അധ്യായം ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം 32-ാം വാക്യം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ആരുടെ സിംഹാസനം? ദാവീദിന്റെ സിംഹാസനം ആർക്ക് കൊടുക്കും? യേശുവിന് കൊടുക്കും. മറിയത്തിന്റെ പുത്രനായ യേശു, പിതൃസുതനേ ഞങ്ങളെ കാക്കണമേ. യേശു മറിയസുതാ ഞങ്ങളെ തുണയ്ക്കണമേ. യേശു പിതാവിന്റെ പുത്രനായ മറിയത്തിന്റെ പുത്രനായ യേശു, വെൽ ഡിഫൈൻഡ് യേശു. നിങ്ങളുടെ യേശു മറ്റൊരു യേശുവാണ്, അനദർ ജീസസ്. സ്വർഗീയവരുതിലെ യേശു, IPCയിലെ യേശു, അസംബ്ലീസ് ഓഫ് ഗോഡിലെ യേശു, ചർച്ച് ഓഫ് ഗോഡിലെ യേശു, ഷാരോനിലെ യേശു, ന്യൂ ഇന്ത്യയിലെ യേശു, അനദർ ജീസസ്. പിതാവിന്റെ പുത്രനും മറിയത്തിന്റെ മകനുമായ യേശു, ദൈവത്വവും മനുഷ്യത്വവും സമഞ്ജസമായി സമ്മേളിച്ചിരിക്കുന്ന യേശു, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. ഭേദം കൂടാതെ മനുഷ്യനായി തീർന്നു. അതുകൊണ്ടാണ് അത്രയും കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ ക്രിസ്റ്റോളജി ശരിയായി കഴിയുമ്പോൾ ന്യൂമാറ്റോളജി ശരിയാകും, ന്യൂമാറ്റോളജി ശരിയാകുമ്പോൾ തിയോളജി ശരിയാകും, തിയോളജി ശരിയായി കഴിഞ്ഞിട്ടോൾ ഏഞ്ചലോളജി ശരിയാകുമ്പോൾ ഇവിടെ പറയാണ് പിതാവായ ദാവീദിന്റെ സിംഹാസനമാണ് അവന് കൊടുക്കുന്നത്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ സഭയുടെ 1-ാമത്തെ കൗൺസിൽ, യെരുശലേം കൗൺസിൽ കൂടുകയാണ് 15-ാം അധ്യായത്തിൽ. ഇത് വഴിയെ പോയവൻ വിളിച്ചു പറഞ്ഞ തെരുവ് പ്രസംഗമല്ല. അപ്പോസ്തല പ്രവൃത്തി 15:16 അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. പെന്തക്കോസ്തിൽ നിന്ന് ഇപ്പൊ ഒരു പാസ്റ്ററെ പുറത്താക്കിയിട്ടുണ്ട്. പെന്തക്കോസ്തുകാർക്ക് ഇത് കേട്ടു. കാരണം സത്യത്തിന്റെ കിരണങ്ങൾ പെന്തക്കോസ്തിന്റെ കുപ്പക്കുഴിയിലും പ്രകാശിക്കാൻ തുടങ്ങി. അഭിലാഷ് രാജ് എന്ന് പറഞ്ഞ് ഗുജറാത്തിലുള്ള ഒരു പാസ്റ്റർ, എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു സഹോദരനാണ്, എൻ്റെ ഒരു അനിയനാണ് അഭിലാഷ് രാജ്. അപ്പൊ അവൻ ചില സത്യങ്ങളൊക്കെ പറഞ്ഞു. പഴയ നിയമസഭയുടെ തുടർച്ചയല്ലേ പുതിയ നിയമസഭ.
എന്ന് പറഞ്ഞതിന് അവിടെയുള്ളവന്മാര് കാറിക്കൊണ്ട് അലറിക്കൊണ്ട് അവനെ പുറത്താക്കി. അവനിപ്പോ ഔട്ടാണ്. പക്ഷേ മഠയന്മാരെ, സഭയുടെ ഒന്നാമത്തെ കൗൺസിൽ ജെറുസലേം കൗൺസിൽ, ഒന്നാമത്തെ പൊതു സുന്നോദോസ് നിക്കായുടെ കാര്യമല്ല, കൗൺസിൽ ജെറുസലേം കൗൺസിൽ. ജെറുസലേം കൗൺസിൽ നിങ്ങൾ നോക്ക്, അവിടെ പറയാണ്, സഹോദരന്മാരെ, യാക്കോബ് ഉത്തരം പറയാണ്, സഹോദരന്മാരെ എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും. മണ്ടന്മാരെ, അഭിലാഷ് രാജ് പാസ്റ്ററെ പുറത്താക്കിയ പൊട്ടന്മാരെ, എന്നിട്ട് അത് കണ്ട് ആഘോഷിക്കുന്ന വിഡ്ഢി കൂശ്മാണ്ഡങ്ങളെ, നിങ്ങൾ തിരുവെഴുത്ത് വായിക്കേ. അവിടെ പറയാണ്, ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചവരുമായ സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും. ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്തതിന് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോ ഇതാണ് ദാവീദിന്റെ, ഇവിടെ പറയാണ്. അപ്പൊ സോറ്റീരിയോളജി, രക്ഷാവിജ്ഞാനീയം ശരിയാകും. പരിശുദ്ധ അമ്മയ്ക്ക് കൃത്യസ്ഥാനം വന്നാൽ നിന്റെ സോറ്റീരിയോളജി ശരിയാകും, രക്ഷാവിജ്ഞാനീയം ശരിയാകും. കണ്ടോ, സോറ്റീരിയോളജി ശരിയായി കഴിയുമ്പോൾ അടുത്ത് പറയാണ്, ഞാൻ ദാവീദിന്റെ വീടുമായ കൂടാരത്തെ നിവർത്തും, സകല ജാതികളെയും അതിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പോൾ സഭ എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് ദ ചർച്ച്, വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്, വാട്ട് ഈസ് ദ കണ്ടന്റ് ഓഫ് ദ ചർച്ച്, വാട്ട് ഈസ് ദ തീം ഓഫ് ദ ചർച്ച്, ഇതൊക്കെ അങ്ങോട്ട് ശരിയായി വരും. ആരാണ്? സകല ജാതികൾക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, സകല ജാതികളുടെയും പ്രാർത്ഥനാലയം, സകല ജാതികൾക്കും പ്രവേശനം, സകല ജാതികൾക്കും വേണ്ടി ഉയർത്തപ്പെടുന്ന ദാവീദിന്റെ കൂടാരം. എന്ത് ശരിയായി? എക്ലീഷിയോളജി ശരിയായി. നിന്റെ എക്ലീഷിയോളജി ശരിയാകണോ, സഭാവിജ്ഞാനീയം ശരിയാകണമെങ്കിൽ പരിശുദ്ധ അമ്മ കൃത്യസ്ഥാനത്ത് വന്ന് നിൽക്കണം. മനസ്സിലായോ? എക്ലീഷിയോളജി. ഇനിയിപ്പോ എന്തുവാ? എന്നിട്ട് പറയാണ്, അടുത്ത് പറയാണ്, ലൂക്കാസ് സുവിശേഷം 1:77 നമ്മുടെ ദൈവത്തിന്റെ നീയോ പൈതലേ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആർദ്ര കരുണയാൽ അവന്റെ ജനത്തിന് പാപമോചനത്തിന് രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുമ്പ് നടക്കും. ഇപ്പൊ പാപത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, രക്ഷയെക്കുറിച്ചുള്ള പരിജ്ഞാനം, ഇവ കിട്ടും. സോറ്റീരിയോളജിയുടെ ഒരു ഭാഗമാണ് ഹമാർഷിയോളജി, പാപവിജ്ഞാനീയം. ഇനി അവസാനമായിട്ട് പരിശുദ്ധ അമ്മയോട് മറ്റു കാര്യങ്ങളുണ്ട്, ഞാൻ പെട്ടെന്ന് അത് സ്കിപ്പ് ചെയ്തു പോവുകയാണ്. അവിടെ പറയാണ്, ദൂതൻ പരിശുദ്ധ അമ്മയോട് പറയാണ്, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. എന്ത് ശരിയായി? എസ്കറ്റോളജി, ഭാവികാല വിജ്ഞാനീയം. അപ്പൊ എസ്കറ്റോളജി ശരിയാകണമെങ്കിലും മറിയം കൃത്യസ്ഥലത്ത് വന്ന് നിൽക്കണം. എവിടെയാണ്? എന്താണ് സിഗ്നിഫിക്കൻസ്? പരിശുദ്ധ അമ്മയ്ക്കുള്ള സിഗ്നിഫിക്കൻസ് എന്താണ്? ഇവിടെ നമ്മൾ വീണ്ടും ആ പാട്ടിലേക്ക് പോവാം. ദൈവത്തോടു നരനെ യോജിപ്പിച്ചോനെ, വച്ചു കീറ തുണി ചുറ്റി പാഴ്പുൽക്കു. ദൈവത്തോടു നരനെ യോജിപ്പിച്ചവനെ വെച്ചു, അങ്ങനെ പാടുന്നേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവത്തോട് നരനെ നിരപ്പിച്ച, മനുഷ്യനെ ദൈവത്തോട് ഒരുമിപ്പിച്ചു. വേർ ഇറ്റ് ഹാപ്പൻ? ഇറ്റ് ഹാപ്പൻ ചോനെ വച്ചു കീറ തുണി ചുറ്റി പാഴ്പുൽക്കു യോജിപ്പി. ദൈവത്തോടു നരനെ യോജിപ്പിച്ചോനെ, വച്ചു കീറ തുണി ചുറ്റി പാഴ്പുൽക്കൂട്ടിൽ മാനവരാശിക്ക. ഇതാണ് ദൈവത്തോട് നരനെ നിരപ്പിച്ചു.
യോജിപ്പിച്ചു. ദൈവത്തോട് നരനെ യോജിപ്പിച്ചു. അപ്പൊ മനുഷ്യത്വവും ദൈവത്വവും ക്രിസ്തുവിൽ യോജിച്ചു. ഇപ്പൊ ദൈവവും മനുഷ്യനും തമ്മിൽ യോജിക്കുന്ന എവിടെയാണ്? ക്രിസ്തുവിലാണ്. അതാണ് ഈസ് ദ വൺ ആൻഡ് ഓൺലി മീഡിയേറ്റർ എന്ന് ഈ പറയുന്നത്. തിമോത്തി 2:15 പറയുന്നുണ്ടല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആ മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ യുണീക്ക് മീഡിയേഷൻ ഓഫ് ക്രൈസ്റ്റ് ആണ്. അപ്പൊ ക്രിസ്തുവിൽ അത് സംഭവിച്ചു. ക്രിസ്തുവിൽ അത് സംഭവിച്ചു. ക്രിസ്തുവിൽ ദൈവത്വവും മനുഷ്യത്വവും കൂടിച്ചേർന്നു. അതാണ് യുണീക്ക് മീഡിയേഷൻ. അതുകൊണ്ടാണ് ഏക മധ്യസ്ഥൻ എന്ന് പറയുന്നത്, അല്ലാതെ ഈ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല. പരിശുദ്ധ അമ്മയുടെ സ്ഥാനത്തെ കുറിച്ചല്ല. അത് ഇന്നലത്തെ ലൈവിൽ നമ്മൾ മിനിഞ്ഞാന്നത്തെ ലൈവിൽ നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചതാണ്. സ്വർഗത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ദൈവം തന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്. ദൈവത്തിന്റെ സുവാർത്താ ദൂതികളുണ്ട്. അവൻ കാറ്റിനെ തന്റെ തേരാക്കുന്നു, അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കുന്നു. ദൈവം കൽപ്പിക്കുന്നതും ദൈവം പ്രത്യക്ഷപ്പെടുന്നതും ദൈവം പ്രവർത്തിക്കുന്നതും ദൈവം സംസാരിക്കുന്നതും എല്ലാം ദൂതന്മാരിലൂടെയാണ്. ആ ദൂതഗണത്തെക്കാൾ അതിവിശിഷ്ടമായ ഔന്നത്യമുള്ള ഒരു സ്ഥാനത്തേക്കാണ് പരിശുദ്ധ അമ്മ പ്രവേശിച്ചിരിക്കുന്നത്, വിശുദ്ധന്മാർ പ്രവേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പ്രാർത്ഥനകൾക്ക് വളരെ ശക്തിയുണ്ട്, വളരെ പ്രയോജനമുണ്ട്. ആ സ്വർഗീയ ഗണങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടപ്പോൾ ഐറീൻ കാദീഷിന്റെ മുകളിലേക്ക് ഒരു കാര്യവും പോകുന്നില്ല. മുഴുവൻ ഈ താഴെ തട്ട് മുഴുവനുള്ള ആ സ്വർഗീയ സൈന്യങ്ങളുടെ ശ്രേണി വ്യവസ്ഥയിൽ സകല കാര്യങ്ങൾക്കും തീർപ്പും തീരുമാനവും ഉണ്ടാവുകയാണ്. കാര്യം മൂപ്പന്മാരുടെ നിർണയമാണ്, വിശുദ്ധന്മാരുടെ കൽപ്പനയാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? ഈ കാര്യം മൂപ്പന്മാരുടെ തീരുമാനമാണ്, വിശുദ്ധന്മാരുടെ കൽപ്പനയാണ്. മൂപ്പന്മാർ സ്വർഗസിംഹാസനങ്ങളിൽ നിന്നാണ് കൽപ്പിക്കുന്നത്, തീരുമാനിക്കുന്നത്. ആ സ്വർഗസിംഹാസനങ്ങളിലെ സൈന്യത്തിന്റെ ഉന്നത പദവിയിലേക്കാണ് പരിശുദ്ധ അമ്മ പ്രവേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിനക്ക് ദൈവസന്നിധിയിൽ ധൈര്യവും മുഖപ്രസന്നതയും ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ആ മധ്യസ്ഥ പ്രാർത്ഥനയെ കേൾക്കുന്നത്. നമ്മൾ ഈ ലൈവ് ക്ലോസ് ചെയ്തതിന് മുമ്പ് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ശ്രദ്ധിക്കാം. എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ കേട്ടിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ. അപ്പൊ ഞാനീ പറഞ്ഞത് നമ്മുടെ എല്ലാത്തരം തിയോളജിക്കൽ ദൈവശാസ്ത്ര പഠന ശാഖകളിലും കൃത്യമായ യുക്തിസഹമായിരിക്കുന്ന ആശയങ്ങൾ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ അമ്മ അതിൽ വന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഇത് ഒഴിവാക്കിയിട്ടാണ് ഇവർ ഈ സംഗതി റെഡിയാക്കുക. ഇവരുടെ തിയോളജി, അതായത് ഇവരൊരു മനുഷ്യ ശരീരത്തെ അസ്ഥികൂടമില്ലാതെ മെനയാൻ നോക്കുകയാണ്. അപ്പൊ നമ്മുടെ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിന്റെ ഒരു സ്കെൽട്ടൻ ബോഡി ആയിട്ടാണ് ഹോളി തിയോട്ടോക്കോസ് എന്ന കോൺസെപ്റ്റ് നിൽക്കുന്നത്. ഈ ഹോളി തിയോട്ടോക്കോസ് ഇല്ലാതെ നമ്മൾ ദൈവശാസ്ത്രം എന്ന ശരീരത്തിന് രൂപം കൊടുക്കാൻ ശ്രമിച്ച് നമ്മൾ പരാജയപ്പെടുകയാണ്. ഈ ഒരു ബോധ്യം ഞാൻ എൻ്റെ പഠനങ്ങളിൽ ഞാൻ കണ്ടെത്തി. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടുതൽ ബഹളം വെക്കും. പെന്തക്കോസ്തിൽ ആളുകൾക്ക് ഒരു തെറ്റായ ധാരണയാണ്. ബ്രദറൻകാർക്ക് ബൈബിൾ അറിയാം, പെന്തക്കോസ്തുകാർ വേദപുസ്തകം, ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇവർ ബഹളം വെക്കുകയാണ്, ആളുകളെ ശ്രദ്ധയിൽ നിന്ന് അകറ്റുകയാണ്. സമാധാനപരമായി ദൈവശാസ്ത്ര ചർച്ചകളിൽ സംവാദങ്ങളിൽ ഇവർ ഏർപ്പെടത്തില്ല. വലിയ കോലാഹലം ഉണ്ടാക്കും, ഭയങ്കര കോലാഹലമാണ്. സംസാരിക്കാൻ സമ്മതിക്കത്തില്ല, അലറുക, കാറുക, അട്ടഹസിക്കുക, മേശക്കെട്ടിടിക്കുക, അവസാനം പിണങ്ങി ഇറങ്ങി പോവുക, ഇങ്ങനെയൊക്കെയാണ്. സൗമനസ്യത്തോടെ ചിന്തിച്ചാന്നാ ഞാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയണം, ബ്രദർക്കാരെ, നിങ്ങൾ വിശ്വസിക്കുന്നത് പരമ അബദ്ധമാണ്, അടിസ്ഥാനരഹിതമാണ്, അബദ്ധ ജഡിലമാണ്, പരസ്പര വിരുദ്ധമാണ്. പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നത് അട്ടർ വേസ്റ്റ് ആണ്. മാർത്തോമക്കാരെ, നിങ്ങളുടെ മേലുള്ള വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഇത് വേസ്റ്റ് ആണ്, നിങ്ങൾക്കോ തലമുറകൾക്കോ പ്രയോജനം ചെയ്യാത്തതാണ്. അതുകൊണ്ട് സത്യവിശ്വാസത്തിലേക്ക് മടങ്ങുക. കൃത്യമായ സത്യമായ സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. വെസ്റ്റേൺ ഹെററ്റിക് കോൺസെപ്റ്റുകളെ മാറ്റിക്കളയുക. പരിശുദ്ധ ദൈവമാതാവ് മറിയം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ച നമ്മുടെ പാത്രിയർക്കീസ് മോർ സെവോറിയോസ്. അപ്പൊ ആ ദൈവമാതാവാണ് മറിയം എന്ന് പറഞ്ഞത്. മറിയത്തെ ഉയർത്തുന്നതിനേക്കാൾ ഉപരിയായിട്ട് ആ ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ വചനത്തിന്റെ ജഡധാരണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്
വചനത്തിന്റെ ജഡധാരണം എന്ന ഒരു കോൺസെപ്റ്റാണ് അതിനകത്ത് വരുന്നത്. അത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം. വചനം മാംസമായി തീർന്നു എന്നുള്ള, ബാക്കിയെല്ലാം അവരുടെ ക്രിസ്റ്റോളജി ശരിയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ കേട്ട ആ ശിമോ നമസ്കാരത്തിലെ ഈ പാട്ട് കേട്ടത്, ആ ദൈവത്തിന് മാതാവായി തീർന്ന കന്യക, സകല ജഗത്തിനെയും വഹിക്കുന്ന, സകല നീരുറവകളിലും ജലം നൽകുന്ന ആ പരിശുദ്ധനായ ദൈവത്തെ മുട്ടുകളിൽ താലോലിച്ചു, തൻ്റെ സ്ഥാനം നൽകി എന്ന് പറയുമ്പോൾ അത്രയും ഭാഗ്യ പദവി, അത്രയും ഉന്നതമായ പദവി മനുഷ്യകുലത്തിൽ നിന്ന് ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ സമയത്ത്, ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ, ഈ പെരുന്നാളിനോട് അടുക്കുന്ന ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും നിങ്ങൾക്ക് സഹായവും അനുഗ്രഹവും കോട്ടയും Shubhola bol brovel ruho kadishom Vale mihile hatto yorhme Vahnono nastavun batrehunul melolam ulminamin കാരുണ്യവാനായ ദൈവം തമ്പുരാനേ, നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു. ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ മുഖാന്തരം ഞങ്ങൾ സർവ്വ ദുഃഖങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ച് വീണ്ടുകൊള്ളപ്പെടുമാറാകണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടുമിരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവാകുന്ന പരിശുദ്ധ കന്യക മർത്തമറിയാം അമ്മയുടെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളവേ, ദയവ് തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. സർവേശ്വരനാ
ഞങ്ങളുടെ രക്ഷയ്ക്കായി പിതാവാം ദൈവത്തിന്റെ തിരുവിഷ്ടപ്രകാരം ആകാശം ചായിച്ചിറങ്ങി വന്ന വചനമാം ദൈവത്തെ തന്റെ നിർമ്മലമായ ഉദരത്തിൽ ഉൾക്കൊണ്ട വാഴ്ത്തപ്പെട്ട മാതാവേ, ഇപ്പോൾ നിന്റെ തിരുസന്നിധിയിൽ സത്യവിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ നിന്റെ ഏകജാതന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കണമേ. അമ്മേ, നിന്റെ പ്രാർത്ഥനയാൽ സകല ദുഃഖങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെടണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ശ്രീഭണ്ഡാരവും തന്നോടപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തോളുമായ മാതാവേ, വരുവാനിരിക്കുന്ന സകല പ്രതികാരങ്ങളിൽ നിന്നും കോപവടികളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുവാനായി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ അഭയസ്ഥാനവും അടിയങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ വഴിയുമായ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ അമ്മ മുടക്കരുതേ. നിന്റെ ഏകജാതനോടുള്ള യാചന മുഖാന്തരമായി ഞങ്ങളുടെ ദുർബലതകൾ താങ്ങപ്പെടണമേ. ഞങ്ങളുടെ രോഗികൾക്കെല്ലാം സൗഖ്യം ലഭിക്കണമേ. ഞങ്ങളുടെ അകൃത്യങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെടണമേ. ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ബന്ധനങ്ങളെ അഴിക്കണമേ. ഞങ്ങളുടെ ജീവിതപാതകളെ ശരിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആശ്രയവും ഞങ്ങളുടെ വഴിയുമായ ദൈവമാതാവേ, നിന്റെ മധ്യസ്ഥത മുഖാന്തരം ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ കാത്തുകൊള്ളുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ യൗവനക്കാരെ പരിപാകതയോടെ സംരക്ഷിച്ചുകൊള്ളുവാൻ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരോഗ്യത്തിലും ദൈവഭയത്തിലും ദീർഘായുസ്സിലും വളരുവാൻ യാചിക്കണമേ. അമ്മേ, ഞങ്ങളുടെ സമീപസ്ഥന്മാരെ കാത്തുകൊള്ളുവാൻ അപേക്ഷിക്കണമേ. അമ്മേ, ഞങ്ങളുടെ ദൂരസ്ഥന്മാരെ കാലാകാലങ്ങളിൽ സമാധാനത്തോടെ തിരികെ വരുത്തുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാലങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും സാത്താന്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളുവാനായി പ്രാർത്ഥിക്കണമേ. ദുഷ്ടമനുഷ്യരുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും ദുർമതികളും ദുരാഗ്രഹികളുമായ അധികാരികളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, നിന്റെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ സമാധാനപരമായ നിത്യജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്ന സകലവിധ പൈശാചിക വ്യാപാരങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. സന്താന ഭാഗ്യമില്ലാതെ നിത്യദുഃഖത്തിൽ കഴിയുന്ന മക്കൾക്ക് സന്താന സൗഭാഗ്യത്തിനായി അമ്മേ പ്രാർത്ഥിക്കണമേ. ദരിദ്രർക്ക് വേണ്ടി അമ്മയെ അപേക്ഷിക്കണമേ. മനസ്വസ്ഥത നശിച്ച് നിരാശയിൽ കഴിയുന്നവർക്ക് പ്രത്യാശയും സമാധാനവും ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അധ്വാനങ്ങളെയും ഞങ്ങളുടെ കൃഷികളെയും ദേഹണ്ഡങ്ങളെയും വളർത്തുമൃഗങ്ങളെയും ഞങ്ങളുടെ എല്ലാ ജീവിത സംരംഭങ്ങളെയും പ്രകൃതി കോപങ്ങളിൽ നിന്നും കൃമികീടബാധകളിൽ നിന്നും വിനാശകരമായ കെടുതികളിൽ നിന്നും കാത്തുരക്ഷിച്ചുകൊള്ളുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. അനുഗ്രഹത്തിന്റെ കാലങ്ങളെയും ഐശ്വര്യപൂർണമായ സമാധാന ജീവിതത്തെയും ഞങ്ങൾക്ക് ലഭിക്കുവാൻ യാചിക്കണമേ.
പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഇടിമിന്നലുകളിൽ നിന്നും വസന്തകളിൽ നിന്നും പ്രകൃതി കോപങ്ങളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിച്ചുകൊള്ളുവാൻ നിന്റെ ഏകജാതനോട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മേ, നിന്നെ തെരഞ്ഞെടുത്ത പിതാവിനും നിന്നിൽ ഇറങ്ങി വസിച്ച വന്യപുത്രനും അമ്മേ, വിശുദ്ധീകരിച്ച പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്നർത്ഥമുള്ള കുറിയേലായിസോൻ എന്ന് ഏറ്റുചൊല്ലാം.